പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലമറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയോ. ജൂൺ 4 ആകുമ്പോൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്നറിയും. അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതും അന്ന് വെളിപ്പെടും. സുഹൃത്തുക്കൾ, ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് വരെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും പറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായി. 400-ലധികം സീറ്റ്, 400+ സീറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. മോഡി ഈ പറഞ്ഞ പോലെ 3.0 എന്ന് പറഞ്ഞിരുന്നവരുണ്ട്. നരേന്ദ്രമോദി തന്നെ താൻ അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ നടത്താൻ പോകുന്ന നയങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വാചാലമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനം പോലും ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് 1-2 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? ഇന്നത്തെ അവസ്ഥ മോദി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന് മോദിക്ക് പോലും ഉറപ്പില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. 400+ എന്നൊക്കെ പോയിട്ട് ഇപ്പോൾ 272 എന്ന് പറഞ്ഞ ആ ഒരു മാജിക്കൽ ഫിഗർ അവിടെ എത്താൻ കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് മോദിയും കൂട്ടരും. ഈ സാഹചര്യത്തിൽ മോദിക്ക് പിടിവിടാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണ്? 400 സീറ്റ് പ്ലസിൽ നിന്ന് മോദി 272ലേക്കോ അല്ലെങ്കിൽ അതിന് താഴത്തേക്കോ കൂപ്പുകുത്താൻ സാധ്യതയുണ്ട് എന്ന് BJPയുടെ പ്രവർത്തകർക്ക് പോലും തോന്നത്തക്ക വിധത്തിലേക്ക് മോദിയും മോദിയുടെ സംഘവും കൂപ്പുകുത്തിയത് എങ്ങനെയെന്ന്, അതിൻ്റെ ഘടകങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം തന്നെയാണ്. 2019-ലെ പോളിംഗ് ശതമാനത്തെ അപേക്ഷിച്ച് ഒരു 5-6% പോളിംഗ് ഇത്തവണ കുറഞ്ഞിരിക്കും. ഏറ്റവും പുതിയൊരു കണക്ക് വന്നിരിക്കുന്നത് 2019-നെ അപേക്ഷിച്ച് 2024-ൽ 19 കോടി വോട്ടുകൾ കുറവാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 19 കോടി വോട്ടുകൾ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 7.2 കോടി വോട്ടുകൾ വർദ്ധിച്ചപ്പോഴാണ് ഈ 19 കോടി വോട്ടുകൾ കുറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചെറിയ കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള അതൃപ്തിയാണ് എന്ന് സ്വാഭാവികമായും വിലയിരുത്തിക്കൂടെ സുഹൃത്തുക്കളെ? ആ വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മോദിക്ക് പിടിവിട്ടു എന്ന് പറയാനുള്ള 10 കാരണങ്ങൾ ഞാനിവിടെ നിരത്താൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പോളിംഗ് ശതമാനത്തിലെ കുത്തനെയുള്ള കുറവാണ്. ഏറ്റവും പുതിയതായി വന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 400 ചില്ലുവാനം 450-ന് മേൽ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് നടന്നതിൽ 322 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത്. അപ്പോൾ മോദിക്ക് പിടിവിട്ടു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം പോളിംഗ് ശതമാനത്തിലുള്ള കുത്തനെയുള്ള കുറവാണ്. രണ്ടാമത്തത് ഓഹരി വിപണി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മോദി ജയിക്കും എന്നുള്ളത് കണക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 22,000 കോടി രൂപയുടെ വിദേശ മൂലധനം ഇന്ത്യ വിട്ടുപോയി എന്നാണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നുള്ള വിവരത്തിൽ നമുക്ക്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അടുത്ത് വരുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് വിദേശ മൂലധനം വൻതോതിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഈ 22,000 കോടി രൂപയുടെ വിദേശ മൂലധനം ഇന്ത്യയിൽ നിന്ന് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഓഹരികളിൽ മുതൽ മുടക്കുന്നവർക്കും മോദിയുടെ പിടിവിടുകയാണോ എന്നുള്ള തോന്നലുണ്ടായിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡൽഹി മുഖ്യമന്ത്രിയും 1.5 മാസക്കാലം ജയിലിൽ ആയിരുന്ന ആളുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയതാണ്. ആ ജാമ്യം നൽകി അദ്ദേഹം പുറത്തേക്ക് വന്നതോടുകൂടി ഡൽഹിയിൽ മാത്രമല്ല ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും കെജ്രിവാൾ വലിയ തോതിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ വലിയ തോതിലുള്ള ഒരു തിരയിളക്കം പ്രതിപക്ഷത്തിന് അനുകൂലമായും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് മോദിക്ക് പിടിവിടുകയാണെന്നുള്ളതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം കെജ്രിവാൾ സ്വതന്ത്രനായി താൽക്കാലികമായിട്ടെങ്കിലും പുറത്തേക്ക് വന്നതും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് അവിടെയാണ്, കർണാടകത്തിലാണ്. അവിടെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകൻ HD രേവണ്ണയുടെ മകനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ, ഹസൻ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണയും മത്സരിച്ച പ്രജ്വൽ രേവണ്ണ ഇടപെട്ട ഈ ലൈംഗിക ആരോപണ കേസ്, ആ കേസ് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന 1976 പെൻഡ്രൈവിൽ വന്നിട്ടുള്ള ഈ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ BJPക്ക് ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചടി ചെറുതല്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റാണ് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത് 28-ൽ.
എന്നാൽ ഇത്തവണ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ സീറ്റുകൾ കർണാടകത്തിൽ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് നഷ്ടപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടക്കേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോലും ഈ പ്രജ്വൽ രേവണ്ണ വിഷയം BJPക്ക് തിരിച്ചടിയായി എന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 19% വരുന്ന മുസ്ലിം സമുദായം അതിശക്തമായി ഇത്തവണ BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എതിരായി നിൽക്കുന്നു. നമുക്കറിയാം 2019 ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJPയാണ് ജയിച്ചത്. മുസ്ലിങ്ങൾ വലിയ തോതിൽ BJPക്ക് അനുകൂലമായിട്ടാണ് 2019 വോട്ട്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായം 19-20% വരുന്ന മുസ്ലിം സമുദായം ഏതാണ്ട് പൂർണ്ണമായി തന്നെ BJPയെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം അതാണ് അഞ്ചാമത്തെ കാരണം. ആറാമത്തെ കാരണം എന്താണ്? ആറാമത്തെ കാരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മോദിയുടെ അസ്വസ്ഥത, മോദിയുടെ പ്രസംഗങ്ങളിൽ പ്രകടമാകുന്ന അസ്വസ്ഥത, മുസ്ലിം ജനസാമാന്യത്തെ ഇകഴ്ത്തിക്കൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവർ കയ്യേറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മംഗലസൂത്രം എല്ലാം കോൺഗ്രസ് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2 എരുമകളാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ അതിലൊരു ഹിന്ദു വീടുകളിലുള്ള 2 എരുമകളിൽ ഒരു എരുമയെ കോൺഗ്രസ്സുകാരെടുത്ത് മുസ്ലിം സമുദായത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ 2 ബജറ്റ് ഉണ്ടാകും എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്ന മോഡിയുടെ ഈ അസ്വസ്ഥത, മോദിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ അടുത്ത തെളിവായി നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമത്തെ തെളിവായി നമുക്ക് കാണാം. ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ RSS BJPയും തമ്മിലുള്ള തർക്കം. നമുക്കറിയാം RSSകാരാണ് BJPയെ നിലനിർത്തുന്നത്. അതായത് BJPയുടെ ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ RSS. എന്നാൽ ആ RSSും BJPയുമായി വലിയ അകൽച്ചയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് BJPയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള JP നഡ്ഡയുടെ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞത് RSSനെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ അതിനപ്പുറത്തേക്ക് BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു, BJPക്ക് ഇപ്പോൾ സ്വയം നിൽക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി BJP വളർന്നിരിക്കുന്നു, അതുകൊണ്ട് RSSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള പ്രസ്താവന RSS BJP അകൽച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ RSSന്റെ പ്രവർത്തനങ്ങൾ BJPക്ക് എതിരായിട്ടാണ് പോകുന്നത് എന്നുമുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ എട്ടാമത്തെ കാരണം എന്താ? മഹാരാഷ്ട്രയിലുള്ള തിരിച്ചടി. മഹാരാഷ്ട്രയിൽ NCPയെയും ശിവസേനയും പിളർത്തിക്കൊണ്ടാണ് അവിടെ BJP മുന്നോട്ട് പോകുന്നത്. ആ പിളർന്നു പോയിട്ടുള്ള അജിത് പവാറിൻ്റെ വിഭാഗവും ശിവസേനയിൽ നിന്ന് പിളർന്നു പോയിട്ടുള്ള ഏകനാഥ് ഷിൻഡെയുടെ വിഭാഗവും വളരെ ദുർബലപ്പെട്ടു പോയതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ. അടുത്ത 10ാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ തിരിച്ചടിയാണ്. നമുക്കറിയാം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ, ഗുജറാത്ത് ഈ അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു BJPയുടെ പ്രതീക്ഷ. പക്ഷേ അവിടങ്ങളിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ കിട്ടുന്നത്. ഉത്തർപ്രദേശിൽ 72 സീറ്റിൽ നിന്ന് 80 സീറ്റിലേക്ക് പോകാവുന്നിടത്തേക്ക് ഇപ്പോൾ ഒരു 50-55 സീറ്റിലേക്ക് ചുരുങ്ങുമോ എന്നുള്ള സംശയം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 48 സീറ്റിൽ 41 സീറ്റ് ഉണ്ടായിരുന്നു, അതിൽ പകുതി സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മറ്റൊരു ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാനിൽ 10 സീറ്റ് പോകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കുന്നുണ്ട്. ബീഹാറിലും ഏതാണ്ട് ഒരു പകുതിക്കടുത്ത് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കേൾക്കുന്നു. ഗുജറാത്തിൽ 26 ആയിരുന്നത് 1-2 കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 400-ലധികം സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് 272 എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് പോലും BJPക്ക് എത്താൻ കഴിയുമോ എന്നുള്ള സംശയം വളരെയേറെ ബലപ്പെട്ടിരിക്കുകയാണ് ഈ 6ാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയും. സ്വാഭാവികമായും മോഡിയുടെ പിടിവിടുന്നു എന്നുള്ളതിൻ്റെ 10 കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത്തത് പോളിംഗ് ശതമാനം കുറഞ്ഞതായിരുന്നു. രണ്ടാമത്തത് വിപണിയിലുണ്ടായിട്ടുള്ള വലിയ തകർച്ച. മൂന്നാമത്തത് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തു വന്നത്. നാലാമത്തത് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണം. 5 മുസ്ലിം സമുദായത്തിൻ്റെ അകൽച്ച. 6ാമത്തത് ഇന്ത്യ മുന്നണിയിലുണ്ടായിരിക്കുന്ന വലിയ യോജിപ്പ്. 7ാമത്തത് BJP RSSും തമ്മിലുള്ള അകൽച്ച. 8ാമത്തത് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള തിരിച്ചടി. 9 ഹിന്ദി ഹൃദയഭൂമിയിലുള്ള തിരിച്ചടി. 10 മോദിയുടെ അസ്വസ്ഥത, അതായത് പ്രസ്താവനകളിലൂടെ മോദി പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥത. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മോഡിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 3ാമത് അധികാരത്തിലേക്ക് കയറാനുള്ള സാധ്യത തുലോം കുറഞ്ഞിരിക്കുന്നു എന്നാണ്.